ഒരു വാക്ക്, ഒരു നോക്ക്, ഇതൊക്കെ മതി നമ്മുടെ ഹൃദയത്തെ വശീകരിക്കാൻ, നമ്മുടെ ഹൃദയത്തെ ആർദ്രമാക്കാൻ എന്നൊക്കെ പറയാറുണ്ട്. ഈ സാഹിത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നീട്ടി പറയുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ ടി വിയിലൊക്കെ ചർച്ചകളിൽ ഇങ്ങനെ നീണ്ടു പറയുന്ന കാര്യം ഒരു വാക്കോ രണ്ട് വാക്കോ ഒരു രണ്ട് വാചകമോ പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഇങ്ങനെ വിരസതയാർന്ന ചർച്ചകളും ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ബ്രെവിറ്റി ഇസ് ദ സോൾ ഓഫ് കോൺവെർസേഷൻ എന്ന് ഷേക്സ്പിയർ പറഞ്ഞത് ഓർക്കുകയാണ്. ഏറ്റവും ചുരുക്കത്തിൽ പറയുന്നതാണ് കോൺവെർസേഷൻ്റെ ഏറ്റവും മനോഹരമായ കാര്യം. അപ്പോൾ സാഹിത്യത്തിലും അത് ബാധകമാണെന്ന് തോന്നുന്നു. ഒരുപാട് നീട്ടി പറയുന്ന എല്ലാ കാര്യം. ഇപ്പോൾ ഇതിപ്പോൾ പറയാനുള്ള കാരണം നമ്മൾ ഈ രണ്ട് പരസ്യങ്ങൾ, വാസ്തവം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന രണ്ട് പരസ്യങ്ങൾ നമ്മുടെ ടി വിയിലെല്ലാം കാണുന്നുണ്ട്. സ്വർണ്ണത്തെ പറ്റിയാണ്, സ്വർണം വിൽക്കുന്നതിനെ പറ്റിയാണ് പരസ്യം. പക്ഷേ ആ പരസ്യം പറയുന്നതല്ല, ആ പരസ്യം കാണിക്കുന്നത്, ആ പരസ്യത്തിലൂടെ കാട്ടുന്ന ഒരു സന്ദേശം, അത് വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ ആർദ്രമാക്കുന്നു, നമ്മുടെ ഹൃദയത്തെ ദ്രവീകരിക്കുന്ന രണ്ട് പരസ്യങ്ങൾ. അപ്പോൾ അത് ഞാൻ പറയാം. ഇപ്പം നമ്മുടെ ടി വിയോ പത്രങ്ങളോ ഒക്കെ എടുത്ത് നോക്കിയാൽ എന്താണ് കാണുന്നത്? കൊലപാതകം, ആത്മഹത്യ, ബലാത്സംഗം, സ്വർണ്ണക്കൊള്ള, പരിപാവനമായ ശബരിമലയിൽ വരെയാണ് കൊള്ളയും ഒക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ ആഗോളതലത്തിൽ നോക്കിയാൽ യുദ്ധവും ഭീഷണിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് എപ്സ്റ്റൈൻ ഫയൽസ്, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആണ് ഈ രണ്ട് പരസ്യങ്ങൾ കാണുമ്പോൾ വാസ്തവം പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ആ പരസ്യം എപ്പോൾ കാണുന്നോ അപ്പോഴൊക്കെ അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കും. കാര്യം ഇതാണ്, ഒരു പരസ്യം ഇതാണ്, സ്വർണം വയ്ക്കുന്നതിനെ പറ്റിയുള്ള പരസ്യമാണ്. അത് പ്രായമുള്ള ഭർത്താവ്, അയാൾക്ക് കണ്ണിനെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഭാര്യ രണ്ട് വളയോ മറ്റോ മേടിച്ചത് കാണിക്കുന്നു. എങ്ങനെയുണ്ട് ഇത്? ഉടനെ ഭർത്താവ് പറയുന്നു, ഓ പതിവ് പോലെ മനോഹരമായിരിക്കും, നല്ലതായിരിക്കും, ഒട്ടും മോശമാകാനും വഴിയില്ലല്ലോ, കാരണം നീ ചെയ്യുന്നതാണ്. ആ ഭാര്യയോടുള്ള ഒരു സ്നേഹം, ആദരവ്, ഭാര്യ ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും എന്നുള്ളൊരു അഭിനന്ദനം അവിടെ കാണുന്നു. ഉടനെ അപ്പോൾ ഭാര്യ പറയുന്നു, കണ്ണൊന്ന് പോയി ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പലവട്ടം പറയുന്നതല്ലേ. അപ്പം ഭർത്താവ് പറയുന്നത്, ഓ അതിനെവിടെയാണ് കാശിരിക്കുന്നത്, അതിനൊക്കെ എത്ര രൂപയാണ് വേണ്ടി വരുന്നതെന്ന്. ഉടനെ ഭാര്യ ആ വള രണ്ടും ഊരിക്കൊടുത്തിട്ട് ഇയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഉടനെ അയാൾ പറയുകയാണ്, നീ ഇത് വളരെ മോഹിച്ച് മേടിച്ചതല്ലേ, ഇതെങ്ങനെയാണ് വിൽക്കുന്നത്? ഓ അത് സാരമില്ല, ഈ വളയിട്ടിട്ട് എന്താ കാര്യം, അത് കാണാനായിട്ട് ആൾ വേണ്ടേ. ആ ഒരു വാസ്തവം പറഞ്ഞാൽ എന്ത് നല്ല സന്ദേശമാണ് അവിടെ നൽകുന്നത്. ആ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം, ആ ഒരു കാരുണ്യം, അതുപോലെ തന്നെ ആ പരസ്പരമുള്ള സ്നേഹം, ഈ സ്വർണ്ണത്തിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾക്കപ്പുറമുള്ള ആ ബന്ധത്തിൻ്റെ ഊഷ്മളത, ഇതൊക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു ചെറിയ പരസ്യം. പക്ഷേ ആ ചെറിയ പരസ്യത്തിൽ പോലും എത്ര നല്ല സന്ദേശമാണ് കാണുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. അതെ, അവരുടെ തന്നെ ഒരു പരസ്യം കൂടി, കുഞ്ഞിക്കായുടെ കടയിൽ ഉടനെ കുഞ്ഞിക്ക ഇനി ആ ബിരിയാണിയുടെയൊക്കെ ആ നല്ല കാലം, വീണ്ടും ആ കട തുറക്കണം, അന്നേരം വിളിക്കണം. അപ്പോൾ കുഞ്ഞിക്ക പറയുന്നു, ഓ ഇനിയിപ്പം ആ കാലമൊക്കെ തിരിച്ചു വരുമോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഭാര്യ സ്വർണം കൊടുത്തിട്ട് പറയുന്നു, ഭാര്യ പറയുന്നു തുറക്കാമെന്ന്. അപ്പം ഭാര്യയോട് പറയുന്നു, നിനക്കും അറിയാവുന്നതല്ലേ ഈ കാര്യങ്ങളൊക്കെ, ഇനി എങ്ങനെയാണ്, എന്ത് ചെയ്യാനാണ് പറ്റുന്നത്? അപ്പോൾ ഭാര്യ കുറേ സ്വർണ്ണം എടുത്ത് അയാൾക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ പഴയ കാലം തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അവർ പറയുന്നത്, ഈ ചില ബന്ധങ്ങൾ സ്വർണ്ണത്തേക്കാൾ മനോഹരമാണ്, സ്വർണ്ണത്തേക്കാൾ വിലയുള്ളതാണ്. സത്യം തന്നെ അത്യന്തം മനോഹരമായി ഈ രണ്ട് പരസ്യങ്ങൾ ഇതാരാ സൃഷ്ടിച്ചതെന്ന് ഞാൻ നോക്കിയില്ല. വാസ്തവം പറഞ്ഞാൽ അത് സൃഷ്ടിച്ചവർക്ക് ബിഗ് സല്യൂട്ട്. എത്ര മനോഹരമായ ഒരു ആശയമാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നൽകുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, പാരവെപ്പ്, വേലവെപ്പ്, ഭർത്താവിനെ വഞ്ചിക്കുക, ഭർത്താവിനെ ഭാര്യ വഞ്ചിക്കുക, ഭാര്യയെ ഭർത്താവ് വഞ്ചിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് വാർത്തകൾ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ നിറയുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള ഇത് സ്വർണം വിൽക്കാനുള്ള സന്ദേശമാണെങ്കിൽ കൂടി ഇത്ര ഉദാത്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. അപ്പോൾ ഇത് ഓർക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് നമ്മുടെ പഴയ പാട്ട് കണ്ണാന്തല്ലി, ആ പാട്ട്, അതിൽ ഒരു വാചകമുണ്ട്, നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം. അപ്പം നീ കൂടെ വേണം എനിക്ക് പൂക്കാലം ഉണ്ടാവണമെങ്കിൽ, എനിക്ക് പൂക്കാലം വരണമെങ്കിൽ നീ കൂടെ വേണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആരൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് പൂക്കാലം വരിക, ആരൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് പൂക്കാലം വരില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കാര്യങ്ങൾ, ഇതെല്ലാം ഉള്ളപ്പോഴാണ് നമ്മുടെ പൂക്കാലം. അതില്ലെങ്കിൽ അവരാരെങ്കിലും കൊഴിഞ്ഞു പോകുമ്പോൾ ആ പൂക്കാലം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല സങ്കല്പങ്ങൾ പറയാനായിട്ട് അധികം വാക്കുകൾ വേണ്ട. അപ്പം നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം, ചെറിയ രണ്ടോ മൂന്നോ നാലോ വാക്കുകളേ ഉള്ളൂ, പക്ഷെ ഉള്ളിലടങ്ങിയിരിക്കുന്ന സന്ദേശങ്ങൾ. അപ്പോൾ അതാണ് നമ്മുടെ ഹൃദയത്തെ ദ്രവീകരിക്കുന്ന കാര്യം, നമ്മളെയെല്ലാം ആകർഷിക്കുന്ന കാര്യം.
അപ്പോൾ ഇങ്ങനെയുള്ള ചില സന്ദേശങ്ങൾ ഈ കലുഷിതമായ അന്തരീക്ഷത്തിലെ കലുഷിതമായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ടി വി തുറക്കുമ്പോൾ കാണുന്ന ആ പിന്നെ എന്താ നിന്ദ്യമായ കാര്യങ്ങളും നീചമായ കാര്യങ്ങളുമാണ് നമ്മൾ ടി വി തുറക്കുമ്പോൾ കാണുന്നത്. നല്ല കാര്യങ്ങളൊന്നും നമ്മൾ കാണാറില്ലല്ലോ. നല്ല കാര്യങ്ങളൊന്നും വാർത്തയുമല്ല. ആർക്കും ഇങ്ങനെയുള്ള ദുഷ്ടകരമായ കാര്യങ്ങൾ, ആത്മഹത്യ, കൊലപാതകം, പിന്നെ പിടിച്ചുപറി, പിന്നെ ബലാത്സംഗം, ഇതൊക്കെയാണല്ലോ വാർത്ത. അതൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടതും. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള ചില മൊഴിമുത്തുകൾ വരുന്നത്. അതവരെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല. പിന്നെ പരസ്യക്കാരെ ജനത്തെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പരസ്യങ്ങളായിരിക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിലെ ആ സന്ദേശം, അതാണ് അതിനെ മഹത്തരമാക്കുന്നത്. ഇത്തരം നല്ല സന്ദേശങ്ങൾ, അത് ആ പരസ്യങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് കണ്ടു നോക്കുക. എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ആ പരസ്യത്തിലുള്ളത്. ചെറിയ വാചകങ്ങൾ, ചെറിയ കാര്യങ്ങൾ, ചെറിയൊരു പരസ്യം. അപ്പം ഈ നമ്മുടെ ഹൃദയത്തെ വശീകരിക്കാൻ, നമ്മളെയൊക്കെ ആകർഷിക്കാൻ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലേക്കും കഴിയുമെന്ന് ആണ് എനിക്ക് തോന്നിപ്പോയത്. എന്തായാലും ആ പരസ്യ നിർമ്മാതാക്കൾക്കും ആ പരസ്യം ഉണ്ടാക്കിയവർക്കും ഒരു ബിഗ് സല്യൂട്ട്.